സുന്ദരിയോ ദൈവരംഭയ മോഹിനിയോ ഇന്ദിരയോ ഇവൾ സുന്ദരിയോ ദൈവരംഭയ മോഹിനിയോ മനം മുന്തിയതോ വിഴി മുന്തിയതോ കരം മുന്തിയതോ எனவே உயர் சங்கிர சூடர் குறும்பலை ஈசர் சங்கனி வீதியிலே மணி பைந்தொடி நாரி வசந்தவையாடி பொன்பந்து கொண்டாடினளே மனம் முந்தியதோ விழி முந்தியதோ கரம் முந்தியதோ எனவே என்னவளே அடி என்னவளே எந்த இதயத்தை தொலைத்துவிட்டே எந்த இடம் அது தொலைந்த இடம் அந்த இடத்தையும் மறந்து விட்டே உந்தன் கால் கொரசில் அது தொலைந்ததென்று உந்தன் காலடி தேடி வந்தேன் காதல் என்றால் பெரும் அவஸ்தை என்று உன்னை கண்டதும் கண்டு கொண்டேன் எந்தன் கழுத்து வரை இன்று காதல் வந்து இரு கண் விழி பிதுங்கி நின்றேன் என்னவளே அடி என்னவளே எந்தன் இதயத்தை தொலைத்து விட்டேன் நறுமுகையே நறுமுகையே நீ ஒரு நாழிகை நில்லாய் செங்கனி ஊறிய வாய் திறந்து நீ ஒரு திருமொழி சொல்லாய் அற்றை திங்களன் நிலவில் நெற்றி தரள நீர் வடிய கொற்ற பொய்கையாடியவள் நீயா அற்றை திங்களன் நிலவில் நெற்றி தரள நீர் வடிய கொற்ற பொய்கையாடியவள் நீயா திருமகனே திருமகனே ஒரு நாழிகை பாரா வெண்ணிற புறவியில் வந்தவனே மேல்விழி மொழிகள் கேளாய் அற்றை திங்கள் அந்நிலவில் கொற்ற பொய்கையாடுகையில் ஒற்றை பார்வை பார்த்தவனும் நீயா அற்றை திங்கள் அந்நிலவில் கொற்ற பொய்கையாடுகையில் ஒற்றை பார்வை பார்த்தவனும் நீயா വെൽക്കം ടു ഐഡിയ D4 ഡാൻസ് ഓണം സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞെട്ടിയില്ലേ, കണ്ടില്ലേ ഞങ്ങളുടെ സുന്ദരി സുന്ദരന്മാരെ? അപ്പൊ എന്തായാലും നമ്മളൊരു വ്യത്യസ്തത എന്ത് വേണം എന്നുള്ളത് ആലോചിച്ചത് അവസാനം നമ്മള് ഇങ്ങനെയൊക്കെ ഓരോ ഗെറ്റപ്പിൽ ജിപിക്ക് കിരീടമൊക്കെ വെച്ച് നമ്മളിങ്ങനെ ചിറകൊക്കെയുള്ള ഡ്രസ്സൊക്കെ ഇട്ട് പിന്നെ ഇവിടെ കാണാൻ നോക്കണ്ട, നിങ്ങൾക്ക് കാണാം. അതെ, മാർക്കിടാൻ ബുദ്ധിമുട്ടായിരിക്കും. വേണമെങ്കിൽ നമുക്കൊരു മിസ് മലയാളി മങ്ക എന്നൊക്കെ വേണമെങ്കിൽ ഒരു കോൺടെസ്റ്റിന് പേരിടാം. മങ്കനും മങ്കിയും അല്ല, വളരെ കൃത്യമായി ഓണത്തിന് അവള് കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ മലയാളി മങ്കന്മാരും മങ്കമാരും നമ്മളിവിടെ ഇങ്ങനെ അണിനിരന്ന് നിൽക്കുകയാണ്. അതെ, എനിക്ക് തോന്നുന്നത് നമ്മളെ ഇത്ര സുന്ദരി സുന്ദരന്മാരാക്കിയ അവരെ നമുക്ക് പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തി കൊടുക്കണ്ടേ?
ഇന്നത്തെ നമ്മുടെ ഈ വേഷവിധാനങ്ങൾ, ഈ വേഷഭൂഷാദികളൊക്കെ നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് CP രാജേന്ദ്രൻ ആൻഡ് സൺസ് കരാൾ കട, അതിൽ നിന്നും ഇൻസ്പയർഡ് ആയിട്ടുള്ള വീവേഴ്സ് വില്ലേജ് എന്ന ഷോപ്പാണ്. സോ വീവേഴ്സ് വില്ലേജിന്റെ സാരഥികളെ ലെറ്റ് മീ കോൾ അപ്പോൺ സ്റ്റേജ്. ലെറ്റ്സ് ഹാവ് ശോഭ അശ്വിൻ. സോ ശോഭ ആൻഡ് ടീം, നിങ്ങൾക്ക് മേ ബി ഒരുപാട് റാം ഷോസ് ഒക്കെ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടാവാം, പക്ഷേ ഐഡിയ ഡി ഫോർ ഡാൻസിന്റെ ഈ ഫ്ലോറിൽ ഞങ്ങളോടൊപ്പം ഉള്ള ഒരു എക്സ്പീരിയൻസ്, ഹൗ ഡു യു ഫീൽ റൈറ്റ് നൗ? വേർഡ്സ്. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ശരിക്കും ഒരു ഫാമിലി പോലെ നിങ്ങൾക്ക് അത് കെമിസ്ട്രി കാണാനുണ്ട്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. താങ്ക് യു വെരി മച്ച് ഫോർ ഡൂയിങ് ദിസ്. ഇത് ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു തന്നതിൽ വളരെ 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 നന്ദി. സോ ഓണത്തിന് ഇന്ന് ഡി ഫോർ ഡാൻസിന്റെ ഈ ഫാമിലി പുതിയൊരു മുഖം കൊടുത്തിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഒരു കാര്യം പറയണം, നമ്മുടെ ക്യൂൻ ഓഫ് ദി ഷോ പ്രിയാജിയുടെ വസ്ത്രങ്ങൾ എല്ലാ പ്രാവശ്യത്തെയും പോലെ തന്നെ ഇന്നും സ്പെഷ്യലി ഡിസൈൻ ചെയ്തിട്ടുള്ളത് പൂർണിമ ഇന്ദ്രജിത്തിന്റെ പ്രാണാണ്. സോ പ്രിയാജിയെ ഇന്ന് ഇത്ര സുന്ദരിയായിട്ട് ഒരുക്കി തന്നതിന് സ്പെഷ്യൽ താങ്ക്സ് ഫ്രം ഐഡിയ ഡി ഫോർ ഡാൻസ് ഫോർ പൂർണിമ. ഓൾറെഡി നമുക്ക് ഇത്രയും സമ്മാനങ്ങളൊക്കെ തന്നു, പ്ലസ് കുറച്ച് സ്പെഷ്യൽ മൊമെന്റോസ് ഒക്കെ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. സോ ജഡ്ജസിന് വേണ്ടി അവർ ആദ്യമായ ഒരു മൊമെന്റോ സമ്മാനിക്കുകയാണ് ഡി ഫോർ ഡാൻസിന്റെ ഈ ഫ്ലോറിൽ. ഫാഷൻ ഷോ ഒക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി ഓണാഘോഷത്തിലേക്ക് കിടക്കല്ലേ? അതെ, അപ്പൊ ഓണാഘോഷം തുടങ്ങണമെങ്കിൽ തൽക്കാലത്തേക്ക് ഈ വേഷഭൂഷാദികളെ കഴിച്ചു വെക്കാല്ലേ. അപ്പൊ ജ്വല്ലും ജീപ്പിയും ബാക്കി പരിവാരങ്ങളും പോയി വേഷഭൂഷാദികൾ മാറി വരാം. അതെ, ഓണം ആഘോഷിക്കാൻ വേണ്ടി എല്ലാരും റെഡി ആയിട്ടിരിക്കുക. 3, 2, 1, go! അമ്മാവോ, ഇത് നമ്മുടെ കൈക്കുടം ബ്രിഡ്ജ് അല്ലേ? ആക്ച്വലി കേരളത്തിലെ ഏത് നാട്ടുകാരനാണ്? അഡ്രസ് ഫോൺ നമ്പർ ഷെയർ ചെയ്യും. സോ ഓണത്തിന് ആ ഒരു മലയാള തനിമയുള്ള ഒരു ഫാഷൻ ഷോ ഒക്കെ കണ്ട് നിങ്ങൾ എല്ലാവരും ഞെട്ടിയിരിക്കുകയാണെന്ന് ഞങ്ങൾക്ക് അറിയാം. പക്ഷേ മാത്രമാണ്, ഇനി ഒരുപാട് ഒരുപാട് ആഘോഷങ്ങൾ ഇന്നത്തെ ഈ എപ്പിസോഡ് മുഴുവനും ഈ ഒരു ഓണക്കാലത്തേക്ക് മുഴുവൻ നിങ്ങൾക്ക് ഓർത്തിരിക്കാനും ഓർത്ത് ചിരിക്കാനും ഉള്ള വകയുമായിട്ടാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ എത്തിയിട്ടുള്ളത്. അതെ, ഒന്നെടുത്ത് നമ്മൾ ഞങ്ങൾ രണ്ടുപേരും നല്ല സുന്ദരക്കുട്ടപ്പനും കുട്ടപ്പിയായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എന്റെ GP ഇത് അങ്ങോട്ട് നീ ഒന്ന് നോക്ക്, 2 മലയാളി മങ്കന്മാരും ഒരു മങ്കയും എല്ലാം തികഞ്ഞിങ്ങനെ ഇരിക്കണം കണ്ടോ? മൈ ഡിയർ ജഡ്ജസ്, വെൽക്കം ടു ടുഡേസ് എപ്പിസോഡ്. ആഹാ, നിങ്ങൾ രണ്ടുപേര് ലുക്കിംഗ് വെരി ബ്യൂട്ടിഫുൾ. നല്ല ഒരു ഫാമിലി ഫോട്ടോ പോലെ ഉണ്ട് കാണാൻ. അയ്യോ, ഞാൻ താടിയൊക്കെ എടുത്ത് ഷേവ് ചെയ്ത് നിങ്ങള് 2 മക്കൾ മാത്രം മിസ്സിംഗ് അവിടെ. ശരിക്കും പറയും ഓണമെങ്കിലും വെറുതെ വിട്ടുപോയി. ഫാമിലി. സത്യാവസ്ഥ പറയട്ടെ, നിങ്ങൾ രണ്ടുപേരും യു മേക്ക് എ ഗുഡ് പെയർ. യു ബോത്ത് ലുക്ക് എ ഗുഡ് കോമ്പിനേഷൻ. സ്വഭാവം കൊണ്ട് മാത്രം ചേരില്ല മാസ്റ്റർ. അജിത്തൊക്കെ ഇരിക്കുന്നുണ്ടോ? ഇനി ഫോട്ടോ എടുത്തോളൂ എന്ന് പറഞ്ഞിരിക്കുന്ന പോലെ ഇല്ല, അജിത്തിന്റെ ഇരിപ്പാണ് ഒരു കല്യാണ ചെറുക്കനെ പോലെ ഉണ്ട്, കൈയൊക്കെ കെട്ടി. സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ. ഭാര്യ എവിടെ? അജിത്തെ ഭാര്യ ചായപ്പ വരൂട്ടാ. നമ്മുടെ മുംബൈ വാല ബ്ലേസ് മലയാളക്കരയിലേക്ക് എത്തിയിട്ടുണ്ട് നമ്മുടെ ഓണം ആഘോഷിക്കാനായിട്ട്. ദൈവം, എന്തൊരു ഐശ്വര്യം ബ്ലേസിനെ കാണാനായിട്ട്. ഉണ്ടൊക്കെ എടുത്ത് പൂജയുണ്ട്, പ്രജ്വലുണ്ട്, അങ്ങനെ നമ്മുടെ എല്ലാരും ഒരുമാതിരിപ്പെട്ട എല്ലാരും തന്നെ തിരിച്ചു വന്നിട്ടുണ്ട്. ഡി ഫോർ ഡാൻസിന്റെ ഒരു തറവാട് പോലെയൊക്കെ ഒരു ഫീലിംഗ് ഒക്കെ വരുന്നത് ഇപ്പൊ ഇവിടെ നിൽക്കുമ്പോഴത്തേക്കും. ഐഡിയ ഡി ഫോർ ഡാൻസ് കുടുംബം. രണ്ട് പിള്ളേര് ഇവിടെ ആദ്യമായിട്ട് ഓണം ആഘോഷിക്കാൻ വന്നിരിക്കുന്നത്
അല്ലെങ്കിൽ ഓണത്തെ പറ്റി കേട്ടുകേൾവി പോലും ഇല്ലാത്ത ഒരാള് ഇന്ന് ഈ വേദിയിലുണ്ട്. അതെ, ഒരു ചുവപ്പ് പക്ഷെ വേഷത്തിലൊക്കെ തനി ചുവപ്പ് മലയാളിയാണ്. കരയുള്ള സോ നീരബ്ജിയുടെ ഫസ്റ്റ് ഓണമാണെന്ന് ഞങ്ങൾ കരുതുന്നു. ചുവപ്പിൽ മുങ്ങിക്കുളിച്ചാണ് വന്നിരിക്കുന്നത്. സോ നീരബ്ജി, Tell us something about Onam. It's a festival which I just only think there's a boat thing, the boat competition happens. ഓക്കെ, വെള്ളംകളി അറിയാം. പറയട്ടെ. It's a festival boat thing happens. എനിക്ക് തോന്നുന്നു പുള്ളി ഓണത്തിന്റെ എന്തോ ഒരു ടീസർ കണ്ടിരിക്കുകയാണ്. അപ്പൊ കുറച്ച് ബോട്ട്, വള്ളംകളി, ടൂറിസം വകുപ്പിന്റെ ഏതോ ഒരു CD നീരബ്ജി എവിടെ 2-3 വെച്ച് ദിവസത്തെ സെലിബ്രേഷൻസ്. സോ നീരബ്ജിക്ക് Don't worry. Instead of explaining, we'll showcase the whole Onam for you. എനിക്കൊരു ആഗ്രഹം GP, D4 ഡാൻസിന്റെ ഈ ഫ്ലോറിൽ പലരും വന്നു, പല വിശിഷ്ടാതിഥികളും വന്നു, പലതും ചെയ്തു. ഈ മാവേലിനെ വിളിച്ചാൽ വരുമെന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്യണ്ടേ പ്രിയാജി? വിളിക്കേണ്ട രീതിയിൽ വിളിച്ചാൽ ആരും വരും അല്ലേ? ചെക്ക് ചെയ്യാലോ? ചെക്ക് ചെയ്യാം. സ്വാതി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്ന് ആഞ്ഞു വിളിക്കണം, ബാക്കി എല്ലാരും ഒന്ന് കണ്ണടച്ച് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചാൽ വരുമോ നോക്കാലോ. ശ്രീദേവി മാതിരി കൂപ്പിട്. മാവേലി എന്റെ ദൈവം, എനിക്ക് ഒച്ച വരുന്നില്ല. ഈ എന്താ പറയാ, എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല. ഇതെങ്ങനെ ഇവിടെ പ്രത്യക്ഷപ്പെട്ടു? ഞങ്ങളെ എങ്ങനെ അറിയാം? ആക്ച്വലി നമ്മൾ ഇതിനു മുമ്പ് കണ്ടു പരിചയമൊന്നുമില്ല. നീ ഇവിടെ വെച്ച് കണ്ടോ? കണ്ടോ? നാം ഈ D4 ഡാൻസ് പാതാളത്തിലും കാണാറുണ്ട്. എന്റെ പൊന്നോ, അതിലേ നോം ഇവിടെ എത്തിച്ചേർന്നത്. ഇവരൊക്കെ കണ്ടു പരിചയമുണ്ടോ? തീർച്ചയായും, കാരണം പ്രസന്ന മാസ്റ്റർ നമുക്ക് മറക്കാൻ കഴിയില്ലല്ലോ. അതിപുരാതനമായ മലയാളം ഈ ഷോയിലൂടെ അദ്ദേഹം ഇപ്പോഴും പറയുന്നുണ്ടല്ലോ. നമസ്കാരം പ്രസന്ന മാസ്റ്റർ. മാസ്റ്ററിന്റെ ലീലാവിലാസങ്ങളൊക്കെ പാതാളത്തിലുള്ളവർക്ക് ഇഷ്ടമാണ് മാസ്റ്റർ. ഒപ്പം പ്രിയാജി, എനിക്ക് പ്രിയാജിയോട് വലിയ ഇഷ്ടമാണ്. മഹാബലി ആയതുകൊണ്ടല്ല, കാരണം ഇതിനകത്ത് ജഡ്ജ്മെന്റ് പറയുമ്പോൾ പ്രസന്ന പറഞ്ഞത് നല്ലതാണ്, നീരവ് പറഞ്ഞത് നല്ലതാണ്, എല്ലാം അംഗീകരിക്കുന്ന ഒരു ജഡ്ജാണ് പ്രിയാജി. അതുകൊണ്ട് പ്രിയാജി എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. ആ വിശാല മനസ്കഥ പാതാളത്തിലുള്ളവർ അംഗീകരിച്ചു കഴിഞ്ഞു, മനസ്സിലാക്കി ആ ഇരിക്കുന്ന നീരബ്ജിയെ പറ്റി എന്താണ് പറയാനുള്ളത്? ഇവിടെ നടക്കുന്ന മലയാളത്തിൽ പറയുന്ന കാര്യങ്ങളൊന്നും മനസ്സിലാവാതെ നന്നായി അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് നീരവ്. അദ്ദേഹത്തെയും അതുകൊണ്ട് എനിക്കിഷ്ടമാണ്. ജല്ലു, മാവേലി ഇവിടുന്ന് പോകുമ്പോഴേക്കും പൊളിച്ചെടുക്കൂ. വെറുതെ അല്ല വാമനം പറ്റി ചവിട്ടി തത്തി. ഞങ്ങളെ കുറിച്ചൊന്നും പറയണ്ട കേട്ടോ, ഞങ്ങളൊന്നും ചോദിച്ചിട്ടില്ല. ഇനിയിപ്പോ ഓണം ആഘോഷിക്കല്ലേ മാവേലിജി? തീർച്ചയായും ഇത്തവണത്തെ ഓണം D4 ഡാൻസിനോടൊപ്പം തന്നെ, കാരണം ഈ വേദി നമുക്കങ്ങ് ഇഷ്ടപ്പെട്ടു. മാവേലിജി ദയവ് ചെയ്ത് അവിടെ പോയി ആസനസ്ഥനായാലും നമ്മുടെ ഈ ഓണക്കാഴ്ചകളിലേക്കൊക്കെ മാവേലിക്കും സ്വാഗതം. സോ മാവേലിജി എന്തായാലും ഇവിടെ വന്നു, പക്ഷെ ഞങ്ങൾ വരുമെന്ന് പ്രതീക്ഷിക്കാത്ത കാരണം ചായം പലഹാരം ഒന്നും എടുത്തു വെച്ചിട്ടില്ല. സോ എന്താണ് വേണ്ടതെന്നൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഡർ കൊടുക്കായിരുന്നു. ഈ വേദി എന്ന് പറഞ്ഞാൽ കുശുമ്പും അസൂയയും ഒന്നുമില്ലാത്ത വേദിയാണ്. ഇവിടെ നൃത്തത്തിന്റെ വേദിയാണ്. നീരവിന് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ കാണിച്ചു കൊടുക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന ഒരു ഓണാഘോഷം കൂടിയാണിത്. അങ്ങനെയെങ്കിൽ നമ്മുടെ നീരവിന് വേണ്ടി ഓണത്തിന്റെ ആ ഒരു സംസ്കാരം വിളമ്പുന്ന ഒരു നൃത്തം തന്നെ ആകട്ടെ. ഈ കേരളത്തിന്റെ മുഴുവൻ സംസ്കാരവും തനിമയും ഈ ഓണത്തിന്റെ എല്ലാ പാരമ്പര്യവും കോർത്തിണക്കിയ ഒരു ഉഗ്രൻ പെർഫോമൻസുമായിട്ട് നമ്മുടെ കണ്ടസ്റ്റൻസ് റെഡിയാണ്. സോ ഇത് ഞങ്ങൾ നിങ്ങൾക്ക് തരുന്ന ആദ്യത്തെ ഓണക്കോടിയായിട്ട് സ്വീകരിക്കുക. ഓണപ്പാട്ടിൻ താളം തുള്ളും തുമ്പപ്പൂവേ, നിന്റെ
അന്തം വിട്ട് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നല്ലോ ഓണം പെർഫോമൻസ്. ഹൗ വാസ് ദ ഓണം പെർഫോമൻസ്? Very nice. I went all the different forms and great costumes and the way they danced. As in, now I know what exactly happens in Onam. നെക്സ്റ്റ് ടൈം can you choreograph a ഓണം ഡാൻസ്? Of course, I can. സൂപ്പർ. അപ്പൊ എന്തായാലും മലയാളികൾ ദത്തെടുത്ത് കഴിഞ്ഞു നീരവ്ജിനെ ഈ ഓണത്തോട് കൂടി മലയാളിയാക്കി ഞങ്ങള്. നിങ്ങൾ കുറെ നേരമായി അവിടെ നിന്ന് കഷ്ടപ്പെടുകയല്ലേ, ഇനി നോം ഒരു മാജിക് കാണിച്ചു തരാം. ഇവിടെ വന്നിരുന്നാലും നൈസായിട്ടൊന്ന് ചോദിച്ചേ മാജിക് എന്താന്ന്. മൗലിജി പറയൂ GP ജി. അപ്പൊ എന്തോ ഓണസമ്മാനം മാജിക് ഞങ്ങളിവിടെ കൊണ്ടുവന്ന് ഇരുത്തി കുറെ. ഇനി എന്താണ് അടുത്ത പരിപാടി? ആ മാജിക് നാം കാണിച്ചു തരാം. ഓം ക്രീം സംഗീതായ നമഃ, സംഗീതായ നമഃ, സംഗീതായ നമഃ. വേദിയിലേക്ക് നോക്കിയാലും എല്ലാവർക്കും വേണ്ടി സംഗീതത്തിന്റെ ആ മാതൃകരെ നാം വേദിയിൽ എത്തിച്ചിരിക്കുന്നു. ഇത് നമ്മുടെ തൈക്കുടം ബ്രിഡ്ജ് അല്ലേ? അവര് ബ്രിഡ്ജിനെ കാട്ടിയും വലുതായ ഒരു സംഗീതത്തിന്റെ ഒരു രാജ്യമാണ്. സോ തൈക്കുടം ബ്രിഡ്ജിനെ പരിചയപ്പെടാനും നിങ്ങളുടെ പാട്ട് കേട്ട് കൂട്ടുകൂടാനൊക്കെ ആയിട്ട് എല്ലാവരും റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പൊ തൈക്കുടം ബ്രിഡ്ജിന്റെ പേരും നാളും ഒക്കെ ഒന്ന് പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഒരു സന്തോഷമായിരുന്നു. എല്ലാവരും ഒന്ന് പരിചയപ്പെടുത്താം. We are Thaikuram Bridge and we have Mithun on the lead guitars. We have Piyush on the vocals for this song. Anish on the drums. Govind on the violin and vocals. Ashok on rhythm guitars. Ruthan on the keys. And myself, Vian Fernandez on the bass. ജൊല്ലു, എന്തോ നമ്മുടെ വയലിൻ ഗോവിന്ദി ഇല്ലേ? ആ താടിക്ക് വെച്ചിട്ട് താടിയൊക്കെ വെച്ചിട്ട് മൂപ്പരെ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് അജാസ് വലുതായ പോലല്ലേ? ഇല്ലേ? ഉണ്ട്. അജാസ് ഒന്ന് താടിയൊക്കെ വെച്ച് കണ്ണടക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മറ്റേ അവന്റെ ആ പെർഫോമൻസിൽ താടി വെച്ച് വന്നപ്പോ ഏകദേശം ഈ ഒരു ഫേസ് കട്ട് ആയിരുന്നല്ലേ? ഇല്ല ജഡ്ജസ് തോന്നിയില്ലേ? ഉണ്ട് കേട്ടോ, ഉണ്ട്. താങ്കൾക്ക് പൊറോട്ടയും ചിക്കൻ കറി ഇഷ്ടമാണോ? ആണോ? ഇഷ്ടല്ല. ഇഷ്ടമില്ല. അയ്യോ. അപ്പൊ ആ ക്ലൂ. അപ്പോ അത് സോ ആദ്യം ഏത് പാട്ടാണ് ഡീഫ ഡാൻസിന്റെ ഫാമിലിക്ക് വേണ്ടി പാടുന്നത്? It's a surprise actually. Surprise. ഐഡിയ ഡീഫോ ഡാൻസിൽ നമ്മൾ അങ്ങനെ സർപ്രൈസുകളൊക്കെ സ്വീകരിക്കോ പ്രിയാജി? കാര്യം പിടികിട്ടിട്ടോ, നമ്മുടെ ഈ ഫ്ലോർ ഫുൾ സർപ്രൈസ് ആണെന്നുള്ളവർക്ക് നേരത്തെ മനസ്സിലായി. അപ്പൊ നമുക്ക് സർപ്രൈസ് എന്താണെന്ന് കാണാം. മന്ദാരച്ചെപ്പുണ്ടോ മാണിക്യക്കല്ലുണ്ടോ കയ്യിൽ വാർമതിയേ പൊന്നും തേനം വയമ്പുമുണ്ടോ വാനം പാടിതൻ തൂവലുണ്ടോ ഉള്ളിൽ ആമോദത്തീര കള്ളുയരുമ്പോൾ മൗനം പാടുന്നു മന്ദാരച്ചെപ്പുണ്ടോ മാണിക്യക്കല്ലുണ്ടോ കയ്യിൽ വാർമതിയേ പൊന്നും തേനും വയമ്പുമുണ്ടോ വാനം പാടിതൻ തൂവലുണ്ടോ ഉള്ളിൽ ആമോദത്തീരകൾ ഉയരുമ്പോൾ മൗനം പാടുന്നു ഉള്ളിൽ ആമോദത്തീരകൾ ഉയരുമ്പോൾ മൗനം പാടുന്നു. പച്ചക്കറിക്കായ തട്ടിൽ ഒരു മുത്തശ്ശി പൊട്ടറ്റോ ചൊല്ലി കുഞ്ഞോളെ കൊമ്പാളി മാമുണ്ട് ചാഞ്ചാട് പച്ചക്കറിക്കായ തട്ടിൽ ഒരു മുത്തശ്ശി പൊട്ടറ്റോ ചൊല്ലി കുഞ്ഞോളെ കൊമ്പാളി മാമുണ്ട് ചാഞ്ചാട് വെള്ളരി പിഞ്ചു പോലും ചുമ്മാ കള്ളക്കണ്ണീരൊഴുക്കി തക്കാളി പപ്പാളി അച്ചിഞ്ഞ മച്ചിഞ്ഞ പിച്ചിഞ്ഞയോട് പിച്ച നടന്ന് ചൊല്ലി
കുഞ്ഞോളെ കുമ്പാളി മാമുണ്ട് ചാഞ്ചാട് കുഞ്ഞോളെ കുമ്പാളി മാമുണ്ട് ചാഞ്ചാട് അല്ലിമലർക്കാവിൽ പൂരം കാണാൻ അന്നു നമ്മൾ പോയി രാവിൽ നിലാവിൽ ദൂരെയൊരാൽ മര ചോട്ടിലിരുന്നു മാരിവിൽ ഗോപുര മാലിക തീർത്തു അതിൽ നാം ആടിപ്പാടി അല്ലിമലർക്കാവിൽ പൂരം കാണാൻ അന്നു നമ്മൾ പോയി രാവിൽ നിലാവിൽ ചിങ്കാരക്കിന്നാരം ചിരിച്ചു കൊഞ്ചുന്ന മണിക്കുറിഞ്ഞ ഉന്നാരം ഉന്നാരം കുറുമ്പുറങ്ങുമി കുരുന്നു ചുണ്ടത്തെ മണിപ്പതക്കം താ അമ്മാനം അമ്മാനം കുഞ്ഞിക്കുളിരമ്പിളിയേ ചെല്ലച്ചെറുക്കുമ്പിളിലെ മമ്മമ്മമുണ്ട് മിന്നാരം കണ്ട് മിന്നാ മിന്നിയായി വാവാവോ വാവാവോ ചിങ്കാരക്കിന്നാരം ചിരിച്ചു കൊഞ്ചുന്ന മണിക്കുറുന്നേവാ പുന്നാരം പുന്നാരം സംഭവിച്ചത് നൊസ്റ്റാൾജിയിൽ തുടങ്ങി ഇവിടെ എല്ലാരും ഇങ്ങനെ ഹരം കൊണ്ട് അവസാനം വിസിലൊക്കെ അടിക്കാൻ തുടങ്ങി. ഞാൻ നോക്കിയപ്പോ അജാസൊക്കെ ഇച്ചിരി കഴിഞ്ഞപ്പോ അവിടെ ആ ചേട്ടൻ മുടിയൊക്കെ ഇട്ട് അജാസ് മിക്കവാറും ഡാൻസ് നിർത്തി ബാൻഡ് കയറും അല്ലേ അജാസ്? നീരജ് ജി, actually you don't understand Malayalam, but did you enjoy this music? See, I'll tell you what, I know Siddharth, I know Piyush, and I know Vian. Okay, all three of them were part of a reality show. So I've worked and I know that these guys are superb. Thank you, sir. It means a lot. All three of them. Sorry, no offense. I don't know, but you guys, as a band today, fantastic. ഒരു സംഭവട്ടാ, ഇഷാ തൽവാർ വന്നാലും നേരത്തെ അറിയും, ബാൻഡ് വന്നാലും നേരത്തെ ആര് വന്നാലും എല്ലാവരുമായിട്ട് ഒരു കണക്ഷൻ ഉള്ളത് നീരജ്ജിക്ക് മാത്രമാണ്. ബോംബെയിലൊക്കെ ആണെങ്കിലും. See that I'm a very small person and I respect all the talented people. I know them. They don't know me. മാവേലിജി, ഈ വാമനനും വളരെ സ്മോൾ പേഴ്സൺ ആയിരുന്നു. അല്ല, നമുക്ക് ഇദ്ദേഹത്തെ പേടിയുണ്ട്, പക്ഷേ സിദ്ധാർത്ഥ് മേനോനും സുന്ദരനാണ്. ഈ അടുത്തായിട്ട് ഒന്ന് രണ്ട് മൂവീസിലൊക്കെ പാടി, ബാംഗ്ലൂർ ഡേയ്സ്, വേഗം, റൈറ്റ്, സിദ്ധാർത്ഥ് മേനൻ. സോ സിദ്ധാർത്ഥ് പറയൂ, സിദ്ധാർത്ഥ് Not 24 കാതും also. ഓക്കെ മ്യൂസിക് ഡയറക്ഷൻ ആണ്. അപ്പോൾ കോൺസെൻട്രേഷൻ മുഴുവൻ അങ്ങനെ ഫിലിംസിലേക്ക് പ്ലേ ബാക്ക് സിംഗിങ് അതിലേക്കാണോ? അതിലും ഓൾവേസ് വാണ്ടഡ് ടു ബി എ പ്ലേ ബാക്ക് സിംഗർ. പക്ഷേ ഇപ്പോൾ എൻ്റെ മൈ ഡ്രീം ഈസ് ഞങ്ങളുടെ ബാൻഡ് ഒരു ഇന്റർനാഷണൽ ബാൻഡ് ആവാൻ. അതാണ് എൻ്റെ ഡ്രീം. അപ്പോൾ
സിദ്ധാർത്ഥ് ആക്ച്വലി കേരളത്തില് ഏത് നാട്ടുകാരനാ? അങ്ങനെ ചോദിച്ചാൽ അമ്മയുടെ നാട് വൈക്കത്താണ്, അച്ഛൻ്റെ ഇരിഞ്ഞാലക്കുട. ഇവിടെ കൊച്ചിനിലാണോ ഇപ്പൊ? ഇപ്പൊ ഞാൻ കൊച്ചിയിലാണ്. കൊച്ചിൻ. അതെ മതി. ജുവൽ ഇങ്ങനെ ഞാനൊന്ന് വിശേഷങ്ങളൊക്കെ ചോദിച്ചോട്ടെ, പാവം മനുഷ്യൻ അവിടെ കാത്തിരിക്കുന്നു. അഡ്രസ്സും ഫോൺ നമ്പർ ഷെയർ ചെയ്യില്ലേ? ഒന്നും കൊടുക്കരുത്. മാത്രം ചെയ്യരുത്. ഇത് മതി. അനുഭവിച്ച സിദ്ധാർത്ഥ്, അനുഭവമുള്ള രണ്ടാൾക്കാരായിരിക്കുന്നു. ഒരാൾ ധരിക്കുന്നു, ഒരാൾ അവിടെ ചുവപ്പ് ഡ്രസ് ഇട്ടിരിക്കുന്നു. ഒരു രീതിയിലും ഡീറ്റെയിൽസ് പറയരുത്. സിദ്ധാർത്ഥിന് എനിവേസ് നല്ലൊരു ഗേൾസ് ഫാൻസ്, ഒരു ഹ്യൂജ് ഫോളോ ഉണ്ടെന്നുള്ളത് ഞങ്ങൾക്ക് അറിയാം. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ ആക്ച്വലി പറഞ്ഞു കൊടുത്തത്. ഈ പേരും പറഞ്ഞിട്ടാണ് അവള് എപ്പോഴും എല്ലാവരും ട്യൂൺ ചെയ്യാറ്. അത് പോട്ടെ, നോർത്ത് കാദത്തിലെ മ്യൂസിക് ഡയറക്ഷൻ, പിന്നെ ഏതൊക്കെയാണ്? വേഗം എന്ന് പറഞ്ഞ ഫിലിം ചെയ്തു. ഇപ്പോൾ ഓക്കെ, ദുൽഖറിന്റെ ഒരു പടം ചെയ്യുന്നുണ്ട് ഇപ്പം, കമൽ സാറിന്റെ മകൻ ഡയറക്ട് ചെയ്യുന്ന 100 Days of Love. ഇതിന്റെ ഇടയിൽ ഗോവിന്ദ്ജി ഒരു കാര്യം കേട്ടു, എവിടെയോ റിയാലിറ്റി ഷോയിലോ എവിടെ എങ്ങാണ്ട് പോയിട്ട് സൽമാൻ ഖാനെ കെട്ടിപ്പിടിച്ചെന്നോ കടന്ന് ആക്രമിച്ചെന്നോ. 6-7 കൊല്ലം മുമ്പ് 6-7 കൊല്ലം മുമ്പ് പുള്ളി ഇങ്ങോട്ട് കെട്ടിപ്പിടിക്കുക ചെയ്തു. അതെന്തായിരുന്നു അതിന്റെ പിന്നിലുള്ള ഒരു ചേതവികാരം? വേറെ വികാരം ഒന്നും ഉണ്ടായിരുന്നില്ല. കൂടുതൽ ഐഡിയാസ് ഒക്കെ കൊടുക്കരുത് കേട്ടോ. ഈ മ്യൂസിക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ചില ആളുകളൊക്കെ വന്ന് കെട്ടിപ്പിടിച്ചു എന്ന് വരും. ഇല്ല, അങ്ങനെയാണെങ്കിൽ ചിലപ്പോ ചേഞ്ച് ആവാൻ സാധ്യതയുണ്ട്. GP ഭാര്യ ഇവിടെ ഉണ്ട്, പേടിക്കണ്ട. എല്ലാവരും ഒരു ഫിലിം ഓറിയന്റഡ് തന്നെയാണോ എല്ലാവരുടെയും ടാർഗറ്റ്? എല്ലാവരും ഫിലിം ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തിരുന്ന ആൾക്കാരാണ്. ഇത് ക്രിസ്ത്യൻ ജോസ്, ഇവൻ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചത് ആക്ച്വലി ചെന്നൈയിൽ. ഞാൻ, വിപിൻ, ക്രിസ്ത്യൻ, അശോക്, എല്ലാവരും. വിപിൻ ലാൽ മ്യൂസിക് ഡയറക്ടർ ബിജിവാലിന്റെ കൂടെ വർക്ക് ചെയ്തോണ്ടിരിക്കുക കുറെ നാളായിട്ട്. 3, 2, 1, go! അലിയ അമ്മാവോ ഈ പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് നമ്മളിങ്ങനെ ഓണാഘോഷത്തിന് അങ്ങോട്ട് ഒരു കൊഴുപ്പ് വരുന്നില്ല. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഓണക്കളികൾക്ക് ഇവിടെ ഒരു ശുഭാരംഭം കുറിക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും, ഓണക്കളികളില്ലാതെ എന്ത് ഓണം? അപ്പൊ ഓണക്കളികളിൽ ആദ്യം എന്താണ് നമുക്ക് വേണ്ടത്? ഓണക്കളികളിൽ ഓണത്തല്ല് വേണോ, പുലിക്കളി വേണോ? ഓണത്തല്ല് തുടങ്ങിയല്ലോ, നമ്മളിവിടെ വന്ന് നിന്നപ്പോഴേ തുടങ്ങിയതല്ലേ. ബാക്കിയുള്ള കാര്യങ്ങൾ പറ. അപ്പൊ പിന്നെ പുലിക്കളി. അപ്പൊ പിന്നെ നെക്സ്റ്റ് ഓപ്ഷൻ പുലിക്കളി. നമുക്കിനി ഈ ഓണം പ്രമാണിച്ച് ഒരു സ്പെഷ്യൽ പുലിക്കളി പെർഫോമൻസ് ആയിക്കോട്ടെ. എന്താ? അല്ല, ഇത് പുലിക്കളിയാണ്, അതൊക്കെ ഓക്കെയാണ്. പക്ഷെ ആ ഒറ്റ പുലി അവിടെ ലാസ്റ്റിലിരിക്കുന്ന പുലി പുലിയാണോ എലിയാണോ മയിലാണോ ഭയങ്കര ഒരു സന്ദേഹമാണ്. കണ്ടപ്പോൾ തന്നെ ശ്രദ്ധിച്ചു, ആടി ആടി നിൽക്കുന്ന ഒരു പുലി. നമുക്ക് ഓരോ പുലികളെ പരിചയപ്പെടാം. പല പല തരത്തിലുള്ള എനിക്ക് ആ പുലിയെ പരിചയപ്പെടണം, ആ പുലിയെ മാത്രം. ഈ പുലിയാരാ ഗസ് ചെയ്യാൻ പറ്റുമോ ആർക്കെങ്കിലും? അജിത്തേട്ടൻ പുലിയെ
അങ്ങനെ അജിത്തേട്ടൻ പുലിയാണെന്ന് കണ്ടുപിടിച്ചിരിക്കുകയാണ്. റംസാൻ, ആഷിഖ്, ഇതാരാ? ഇതാര്? ഏ? സുഹൃത്തേ അലിയ, അലിയാ, ഇത് എന്തായിരുന്നു അലിയ? ഈ പുലിയുടെ ഉള്ളിൽ ഒരു പാമ്പായിരുന്നു. ഓ മാസ്റ്ററിന്റെ അളിയനായിരുന്നു. ഓ അങ്ങനെ മാസ്റ്ററിന്റെ അളിയൻ വന്നു. എനിക്കിങ്ങനെ വ്യക്തികെട്ട അളിയനൊക്കെ ഉണ്ടായ അയ്യോ ബാലകരല്ല, മാവേലിജി. അണ്ണോ മാവേലി ജിയോ? പെൻസിലാണോ ജി? അല്ല, ആ സീറ്റിലിരിക്കുന്നവരൊക്കെ ജികളാണ്. പിന്നെ പ്രിയാജി, നീരവ് ജി, മാവേലി ജി. ഇത് ഏതാണ്ട് സ്വർണ്ണക്കട കൊണ്ട് പരസ്യത്തിന് കൊണ്ട് നിർത്തിയാർന്ന പോന്നതാ ഇങ്ങോട്ട് പോണതായി. ഇതേതാ ഈ ആടുന്ന പുലി? ഈ ചേട്ടന്റെ പേര് സുമേഷ് ചേട്ടൻ, നമ്മുടെ പ്രിയപ്പെട്ട സുമേഷ് ചേട്ടൻ. കഥയൊക്കെ നമ്മൾ പിന്നെ പറഞ്ഞുതരാം. കഥകളൊക്കെ ഞങ്ങൾ പിന്നെ പറഞ്ഞുതരാം. ഇന്ന് ഒരാൾക്ക് ഹാപ്പി ഓണം തന്നെയാണ്. ഹാപ്പി ഓണം. ഏ? ഹാപ്പി ഓണം. എക്സ്പ്രഷൻ, ജുവലിന്റെ ഒരു എക്സ്പ്രഷൻ. അപ്പോ ഓണം ഞങ്ങളുടെ കൂടെ ആഘോഷിക്കാൻ തീരുമാനിച്ചു. ഞാൻ ഇങ്ങോട്ട് വിളിച്ചു, ഓണത്തിന് ഞാൻ ഇങ്ങോട്ട് വരികയാണെന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ നിന്ന് ഒരൊറ്റ കാര്യം പറഞ്ഞോളൂ, വന്നോണം തിന്നോണം പൊക്കോണം. അത് ഞാൻ അങ്ങനെ തന്നെ അനുസരിക്കും. ഉച്ചയ്ക്ക് ഊണും കഴിച്ച് അങ്ങ് പോകും. എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷമായി നിങ്ങളെ കണ്ടതിൽ. അപ്പൊ പുലികൾ, നമുക്ക് ഇവിടെ ഇനിയും കുറേ പരിപാടികളുണ്ട്. എല്ലാ പുലികളും തിരിച്ചുപോയി കോസ്റ്റ്യൂമൊക്കെ മാറ്റിയിട്ട് സുന്ദരന്മാരായി തിരിച്ചു വരിക. ഇവിടെ ഒരു കുട്ടി ഭയങ്കര വിഷമിച്ച് നിൽക്കുന്നു. ഈ വിഷമം മാറ്റാൻ വേണ്ടിയിട്ട് നമുക്കൊരു മ്യൂസിക് ആയാലോ? ഒരു പാട്ട്. ഓക്കെ? പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി, ഈ പൂവിളിയിൽ മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയലിൽ. നീ വരൂ ഭാഗം വാങ്ങാൻ പൂവിളി പൊന്നോണമായി. നീ വരൂ പൊന്നോണത്തുമ്പി, ഈ പൂവിളിയിൽ മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയലിൽ. നീ വരൂ ഭാഗം വാങ്ങാൻ പൂവിളി പൊന്നോണമായി. നീ വരൂ പൊന്നോണത്തുമ്പി. 2, 3 കൊണ്ടുമോടും പൊന്നും ചിങ്ങത്തിൽ പുലാങ്കുഴൽ കാറ്റത്താടും ചെമ്മാവിൻ പാടം. കൊണ്ടുമോടും പൊന്നും ചിങ്ങത്തിൽ പുലാങ്കുഴൽ കാറ്റത്താടും പാടം. അടിപൊളി അടിപൊളി. അയ്യോ അടിപൊളി അടിപൊളി. എന്റെ അമ്മോ, എന്താ നിങ്ങൾ ഈ കാട്ടിക്കൂട്ടിയത്? തകർന്നു പോയടാ, തകർന്നു പോയി. അതല്ല, ആദ്യത്തെ ഒരു ഇത് കഴിയുന്നവരെ നമ്മൾ സഹിച്ചിരുന്നു. ഇത് കഴിയുന്നില്ല. എത്ര പോകുന്ന പേപ്പർ കൊണ്ട് വന്നിരിക്കുകയാണ്. കഴിഞ്ഞ അരമണിക്കൂറായിട്ട് എല്ലാരും പൂവിളി പിന്നെ പൂവിളി കുറച്ച് വീണ്ടും പൂവിളി. പാട്ട് കേട്ടിട്ട് ഒരുമാതിരി ജപ്തി നോട്ടീസ് വായിക്കണ ഫീൽ ആയിരുന്നു ഞങ്ങളുടെ പാട്ടില്. 30 out of 30 തരാം. ദയവേത് പോയിരിക്കുന്നു, ദയവേത് പാട്ട് പാടല്ലേ പ്ലീസ്. ഞങ്ങള് കാല് എന്താണ് പറയുന്നത്? എന്താ പറയുന്നത്? മുഴുവൻ പാടണം. ഒരു മിനിറ്റ്. മാസ്റ്റർ വന്ന് ഇവരൊന്ന് പറഞ്ഞിരുത്തു. ദൈവമേ, ആ വികാരം മക്കൾ ഒന്ന് മനസ്സിലാക്കുക പ്ലീസ്. ഇല്ല, ഒരു മിനിറ്റ്. ഇത് പാടുന്ന ടൈമില് സ്റ്റാർട്ടിങ്ങില് പൂവിളി പാടുമ്പോ ബാക്കില് എന്റെ അമ്മേ എല്ലാരും. അതല്ല ഏറ്റവും രസം. ഇതൊരു സ്റ്റാൻസ് കഴിഞ്ഞു. അപ്പൊ നമ്മളിങ്ങനെ കയ്യൊക്കെ അടിച്ചിങ്ങനെ, പിന്നെ കഴിയണില്ല. അപ്പൊ കൈയടിച്ചു, നിർത്തണില്ല. എല്ലാരും കൂടെ എഴുന്നേറ്റ് കൈയടിച്ചു, നിർത്തണില്ല. അവസാനം ഓടി വരട്ടി വന്നു. എന്തൊരു ഡിറ്റർമിനേഷൻ എല്ലാവർക്കും. പ്ലീസ് അവിടെ പോയിരിക്കും. ഫുൾ പാട് മാസ്റ്റർ. ഫുള്ള് പാടല്. ഞാൻ അടുത്ത ഓണത്തിനെ പാടാൻ പാടില്ല എല്ലാരും. അങ്ങനെ ഒരു പാട്ട് തകർന്നടിഞ്ഞിരിക്കുകയാണ് ഈ വേദിയില്. ഞങ്ങൾ തുടങ്ങിയപ്പോ വിചാരിച്ചില്ല ഇതൊരുമാതിരി മരണപത്രം വായിക്കണ പോലെ ആയി പോകുന്നു. കുറെ നേരമായി എല്ലാരും കൂടി ഞങ്ങളെ പരീക്ഷിച്ച് ഡീഫോ ഡാൻസിന്റെ കുടുംബം ഇന്നൊരു കാര്യം തീരുമാനിച്ചിരിക്കുകയാണ്. മേലാൽ നിങ്ങളോട് ഞങ്ങൾ പാടാൻ പറയില്ല. പക്ഷെ സ്പിരിറ്റ് കൈവിടരുത് കേട്ടോ. അടുത്ത പ്രാവശ്യം കേറ്റ പോലും ഇല്ല പാടൂന്ന് പറഞ്ഞു കഴിഞ്ഞാ. ജൊല്ലു,
ഒരാള് വേഷം മാറിയിട്ട് സുന്ദരനായിട്ടൊക്കെ വരാമെന്നൊക്കെ പറഞ്ഞ് പോയിട്ട് ഒന്നും കാണുന്നില്ലല്ലോ. ആര് പോയി? ആര് പോയി എന്ന് ചോദിക്കുമ്പോ എന്തിനാ നിനക്ക് ഇത്ര നാണം? ഇദ്ദേഹം ഈ കിടന്ന് വിളിക്കുന്നത് നമ്മുടെ സുമേഷ് ചേട്ടനെയാണെന്ന് എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. എന്തിനാ ഇത്ര വളച്ചു കയറുന്നത്? സുമേഷ് ചേട്ടൻ ഈ വേദിയുടെ ഏതെങ്കിലും പരിസരത്ത് നിൽപ്പുണ്ടെങ്കിൽ ദയവായി വേദിയിലേക്ക് എത്തിച്ചേരേണ്ടതാണ്. സ്റ്റേജ് അനൗൺസ്മെന്റ് ഈ പൂരപ്പറമ്പിലൊക്കെ കാണില്ലേ? ഇവിടെ ഒരു കൊച്ച് മിസ്സിംഗ് ആണ്, അവരുടെ അമ്മയും അച്ഛനും ഇവിടെ എൻക്വയറി ഓഫീസിന്റെ അടുത്ത് വരും. അങ്ങനെയായിരുന്നു ഇത്. ഒരു സ്നേഹത്തോടെ വിളിക്കൂ വികാരം. സുമേഷ് ചേട്ടൻ ഈ വേദിയിലേക്ക് ഒന്ന് വരുമോ? വേണ്ട, ഇല്ല ഇല്ല, ഒരു ഇച്ചിരി കൂടെ, ഇന്ന് ഇച്ചിരി കൂടെ. ഓണമാണ്. അടുത്ത level, ഇച്ചിരി കൂടെ. ഓണമായിട്ടെങ്കിലും നിങ്ങൾക്ക് ഒരു ഇത്തിരി വൃത്തിയിൽ വന്നൂടെ? ഇത് എന്ത് കോലം? സുമേഷ് ചേട്ടാ അടിപൊളിയായിട്ടുണ്ട്. ആ ഒരു ഷർട്ടും ആ ഒരു മുണ്ടും ആകെയുള്ളൊരു പച്ച ഷർട്ടിലായിരുന്നു. നല്ല വിശേഷം. ചേട്ടൻ കൂടുതൽ വിശേഷങ്ങളൊക്കെ പറഞ്ഞുതരാം അവിടെ പോയി ഇരുന്ന് കഴിഞ്ഞാ. നീ എന്നെ ഇരുത്താന്നാണ് അങ്ങോട്ട് പോയി ഇരിക്കണോ? പുറകോട്ടാണല്ലോ ഓടി പോണേ. അങ്ങോട്ട് പോകാനാ ചേട്ടാ പറഞ്ഞത്. സാധനം കൂടുതൽ അടിച്ചാലേ കുഴപ്പമില്ല, പുറകോട്ടേ പോകത്തുള്ളൂ. വെള്ളയും വെള്ളയൊക്കെ ഇട്ട് യേശുദാസിന്റെ കുഞ്ഞാണ്. മാസ്റ്ററുടെ ഉറ്റ സുഹൃത്ത് ചെങ്ങാതി എത്തിയിരിക്കണു. ആ വരൂ. How are you? I am friend. Full fit? Friend. Friend. Fit? Fit okay. Fit okay. Okay. Okay, വീണ്ടും. ഷർട്ട് കൊള്ളാലോ. ഷർട്ട് തിളങ്ങണ ഷർട്ട് മേടിച്ചതാ, ഉണക്കോടി. സൂപ്പർ ആയിട്ടുണ്ട്. കൂട്ടുകാരൻ മേടിച്ചെന്നാ. നല്ല കളർ. ആണോ? അത് കിട്ടുമ്പോ തന്നെ ഒരു നരസിംഹത്തിന്റെ മോനെ ദിനേശ ഇങ്ങനെ ഒരു വലിച്ചൊക്കെ ഇങ്ങനെ വേണ. മോളെ ദിനേശ്, सपनों की जिंदगी जो कभी नहीं खत्म हो जाती है. शंभो महादेव. അല്ല മാസ്റ്റർ, ഇതാരാണ്? നർത്തകനാണോ? ഇങ്ങേര് അവിടെ കാണുന്ന ആ സുന്ദരിയായിട്ട് നിൽക്കുന്ന ഒരു ചേച്ചിയല്ലേ? ജുവൽ ആന്റി. ജുവൽ ആന്റി. ജുവൽ ആന്റിയുടെ ലവ്സ്, പക്ഷേ വൺ സൈഡ് ലവ് ആണ്. ഇതാരെനിക്ക് മനസ്സിലായില്ല, സംഭവം ആരാന്ന്, എന്ത് വലിയ കുട്ടി. ജുവൽ എന്തോ നല്ല മനുഷ്യനാണല്ലോ, സുന്ദരൻ. എന്താ ഇയാളെ ഇഷ്ടപ്പെടാത്തത്? ഈ ഒരു സെറ്റപ്പ് വെച്ചിട്ട് എനിക്ക് തോന്നിയിട്ടില്ല നല്ല മനുഷ്യനാണ്, സുന്ദരനാണെന്നുള്ളത്. ഇദ്ദേഹം കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു കളുകുടിയനാണ്. ഇനി മാവേലിജിക്ക് അത്ര നിർബന്ധമാണെങ്കിൽ വീട്ടിൽ പെൺമക്കളുണ്ടോ? നമുക്ക് ആലോചിക്കാവുന്നതാണ്. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ സുമേഷ് ചേട്ടൻ അത് മനസ്സിലാക്കി. ആരോടാ സംസാരിക്കാൻ അറിയോ? അയ്യോ, ഞാൻ സുമേഷ് ചേട്ടനോട് ഒന്നും പറഞ്ഞില്ല. സംശയം നാം തീർത്തു കൊടുക്കാം. നാം ഇതുവരെ കല്യാണം കഴിച്ചിട്ടില്ല. കഷ്ടമായി പോയി മാവേലിജി. ഇതിനേക്കാളും ഒരുപാട് പ്രശ്നങ്ങൾ നാം കോംപ്രമൈസ് ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹം നല്ലൊരു പയ്യനാണ്, കണ്ടിട്ട് തന്നെ നമുക്ക് തോന്നുന്നു നല്ലൊരു പയ്യൻ. നാം ഇദ്ദേഹത്തെ ബോധവൽക്കരിച്ച് കുട്ടിയുടെ അടുക്കിലേക്ക് എത്തിക്കാം. കല്യാണം കഴിക്കാനായി നല്ലൊരു ജീവിതം ലഭിക്കുകയും ചെയ്യും. നിങ്ങളുടെ ബോധവൽക്കരണം കൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ ബോധം കെടാറായി. മാവേലിജി ഒന്ന് അവിടെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് അടുത്തൊരു പെർഫോമൻസ് കഴിഞ്ഞ് റെഡിയാക്കാം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരാറുണ്ട്. മാവേലി ആദ്യമായിട്ട്, അതുകൊണ്ടാണ് നമുക്ക് പിള്ളേരൊക്കെ അറിയാം. കുഴപ്പമില്ല. മാവേലിജി, നമുക്കൊരു പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം. നിന്ന് കാല് കഴിക്കണോ? ആഗ്രഹം നടക്കട്ടെ. അപ്പൊ ശരി, നമുക്ക് ഇനി തൈക്കുടം ബ്രിഡ്ജിന്റെ ഒരു അടിപൊളി പെർഫോമൻസ് നമ്മുടെ മാവേലിജിയുടെ മാജിക്കിലൂടെ അവരിവിടെ റെഡി ആയിട്ട് ഇരിക്കുകയാണ്. നമുക്ക് അതുവരെ നിനക്ക് സുമേഷിന്റെ അടുത്തിരിക്കും ചെയ്യാം. അടുത്ത പാട്ട് നമ്മുടെ സുഹൃത്ത് സുമേഷിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. സുമേഷിന് വേണ്ടി എന്ത് പാട്ടുള്ളൂ? രണ്ടുപേർക്കും ഒരു ഫേസ് കട്ട് വരെ ഉണ്ടല്ലോ. നീ എല്ലാവരും ഫേസ് കട്ട് പോയിക്കൊണ്ടിരിക്കുകയാണോ? തൈക്കുടം ജി, നമുക്ക് ഒരു ഡെഡിക്കേഷൻ ഉണ്ട് ഇദ്ദേഹത്തിന്. ഇദ്ദേഹത്തിന് ഇപ്പൊ എന്ത് പാട്ടാണ് ഇവർക്ക് ഡെഡിക്കേറ്റ് ചെയ്യാൻ പറ്റുക? സിറ്റുവേഷൻ ചോദിച്ചൊരു പാട്ട് തരാം. അടിപൊളി സാറ്. അപ്പൊ കേൾക്കാം. അങ്ങോട്ട് നോക്കി.
പാടത്ത് പാറ്റൂളണ നേരത്ത് കുനിന്റെ പാലമോടില് കൂവൻ മൂളണ നേരത്ത് അപ്പോഴും പറഞ്ഞില്ലേ പോരണ്ട 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 പോരണ്ട. വേല കാണാൻ കോരഞ്ചക്കന് പൂതി വന്ന് കോരഞ്ചക്കൻ്റെ കൂടെ പോകാൻ നീലി പെണ്ണിന് പൂതി വന്ന് മേലെ കാവിലെ വേല കാണാൻ കോരഞ്ചക്കന് പൂതി വന്ന് കോരഞ്ചക്കൻ്റെ കൂടെ പോകാൻ നീലി പെണ്ണിന് പൂതി വന്ന് അപ്പോഴും പറഞ്ഞില്ലേ പോരണ്ട 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 പോരണ്ട. പൂതി കൊണ്ട് മുടിച്ചീകി വെച്ച് പെണ്ണ് പിന്നെ കാതിൽ കൈതോല തിരുകി വെച്ച് പൂതി കൊണ്ട് മുടിച്ചീകി വെച്ച് പെണ്ണ് പിന്നെ കാതിൽ കൈതോല തിരുകി വെച്ച് കല്ല് മാലെ മാറി കണിഞ്ഞ് തുള്ളിച്ച പര പെണ്ണ് നടന്ന് കല്ല് മാലെ മാറി കണിഞ്ഞ് തുള്ളിച്ച പര പെണ്ണ് നടന്ന് അപ്പോഴും പറഞ്ഞില്ലേ പോരണ്ട 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 പോരണ്ട. നീല് പെണ്ണിനെ തമ്പ്രാൻ കണ്ട് തമ്പ്രാന്റെ ഉള്ളിൽ ഇടിമിന്നലോടി ആളും കോളും കൂട്ടി വിളിച്ച് നീല് പെണ്ണിനെ കട്ടോണ്ടുപോയി നീല് പെണ്ണിനെ തമ്പ്രാൻ കണ്ട് തമ്പ്രാന്റെ ഉള്ളിൽ ഇടിമിന്നലോടി ആളും കോളും കൂട്ടി വിളിച്ച് നീല് പെണ്ണിനെ കൊണ്ടുപോയി അപ്പോഴും പറഞ്ഞില്ലേ പോരണ്ട 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 പോരണ്ട. അപ്പോഴും പറഞ്ഞില്ലേ പോരണ്ട 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 പോരണ്ട. വേണ്ട വേണ്ടേ വേണ്ടേ വേണ്ട വേണ്ടേ 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 വേണ്ട വേണ്ടേ 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 വേണ്ട വേണ്ടേ വേണ്ടേ എന്താണിത്? നിങ്ങൾ ആദ്യം നൊസ്റ്റാൾജിയൊക്കെ വന്നപ്പോൾ ഞങ്ങൾ ആ ഒരു റേഞ്ച് ഏത് റേഞ്ചിലും നിങ്ങൾ വായിക്കുമല്ലേ? ആക്ച്വലി നിങ്ങൾ പാടിക്കഴിഞ്ഞപ്പോ കിതക്കേണ്ടത് നിങ്ങളാ, പക്ഷെ കിതച്ചത് മുഴുവൻ ഞങ്ങളായിപ്പോയി. ഞങ്ങളുടെ അധ്വാനമായിരുന്നു കൂടുതലും. സുമേഷ് ഏട്ടാ ഭയങ്കര എന്താ ഭയങ്കര കതച്ചു പോയെന്നു കച്ചു പോയെന്നോ? അങ്ങനെ അല്ല, ഒരു കാര്യം ചോദിച്ചോട്ടെ, ഞങ്ങൾ ഈ ഐഡിയ ഡി4 ഡാൻസിന് ബേസിക്കലി ഇങ്ങനെ ഏജ് ബാരിയേഴ്സ് ഒന്നും ഇല്ല, എല്ലാവരും വരും എല്ലാവരും ഡാൻസ് ചെയ്യും. നിങ്ങളുടെ ബാൻഡും അങ്ങനെയൊക്കെ തന്നെയാണോ? അതേപോലെ തന്നെ. ഈ പാട്ടുപാടി ഇദ്ദേഹത്തിനെ ഒന്ന് പരിചയപ്പെടുത്താം. ഇത് പീതാംബരൻ എൻ്റെ ഫാദറാണ്. ആഹാ. അത് ശരി. ഗോവൻജി വേറൊരു കണക്ഷനും കൂടെ കേട്ടായിരുന്നു ഇതിന്റെ ഇടയിൽ, അതായത് താങ്കളുടെ കസനും ഈ ബാൻഡിലുണ്ട് എന്നൊക്കെ. നേരത്തെ പരിചയപ്പെട്ട ആളല്ലേ സിദ്ധാർത്ഥ്. അപ്പൊ ഇത് നിങ്ങളുടെ ഒരു ഫാമിലി ബിസിനസ് ആണ് ഈ തൈക്കുട എന്ന് പറയുന്നത്. എന്റെ അച്ഛനുണ്ട്, മോനുണ്ട്, അനന്തരവനുണ്ട്. ഇനി ആരെങ്കിലും ബന്ധുക്കളായിട്ടുണ്ട് ഇതില്? നല്ല സൈറ്റ് ആണ്. ഫാദർ ആൻഡ് സൺ സിംഗിങ് ഓൺ ദ സെയിം സ്റ്റേജ്. ദാറ്റ്സ് ആൻ ഓസം മൂവ്മെന്റ്. And that goes like this. എന്താണ് ഈ ഒരു എനർജി പ്രായത്തിന്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? എനർജി കുട്ടികളുടെ കൂടെ കൂടി കഴിയുമ്പോൾ ഞാൻ ചെറുപ്പമായില്ലേ.
അതെനിക്ക് ഇഷ്ടായി. അതല്ല, അച്ഛൻ പറയും നിന്റെ അച്ഛനാടാ ഞാൻ അല്ലേ. സോ നമ്മൾ പാട്ടൊക്കെ പാടി അടിച്ചു പൊളിച്ചിരിക്കുകയാണ്. ഇപ്പൊ തൽക്കാലത്തേക്ക് പാട്ടിന് ഒരു ബ്രേക്ക് എടുത്തിട്ട് ഇനി കുറച്ച് ഓണക്കളികളൊക്കെ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്, നമ്മുടെ മഹാബലിയും ബാക്കിയുള്ള പരിവാരങ്ങളൊക്കെ ആയിട്ട്. സോ കളിച്ച് ക്ഷീണിക്കുമ്പോൾ നമുക്ക് വീണ്ടും പാട്ടുമായിട്ട് തിരിച്ചു വരാം. മവേലിജി, ഇപ്പൊ നമ്മളിങ്ങനെ ആഘോഷം ഇങ്ങനെ മുറുകിക്കൊണ്ടിരിക്കുകയാണല്ലോ. മവേലിജിക്ക് എന്തെങ്കിലും സ്പെഷ്യൽ റിക്വസ്റ്റുകളോട്ടുണ്ടോ ഞങ്ങളുടെ ഐഡിയ D4D ഫാമിലിയുടെ അടുത്ത്? ഞാൻ ഈ പരിപാടി ടിവിയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് നോം പറയുന്നത് നമ്മുടെ പ്രിയപ്പെട്ട നീരവ് ബാബുലേച്ച ഇവിടെ ഒരു നൃത്തം ചെയ്യണമെന്നാണ്. നമുക്കൊന്ന് നേരിട്ട് കാണാൻ വേണ്ടി അത് സാധിക്കുമോ? അടിപൊളി. എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു വളരെ നല്ല ഐഡിയ ആണ്. എനിക്ക് തോന്നുന്നത് മാവേലിജിക്ക് മാത്രമല്ല, ഇന്ന് ഓണം ആഘോഷിക്കുന്ന എല്ലാ ഒരുപാട് ആളുകൾക്ക് അത് വളരെ സന്തോഷമുള്ള, മലയാളി മംഗമാർക്ക് വേണ്ടിയും കൂടിയുള്ള ഡെഡിക്കേഷൻ ആണ് നീരവ് ജിയുടെ പെർഫോമൻസ്. സോ നമ്മുടെ സ്വന്തം നീരവ് ജി, നിങ്ങളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട നീരവ് ജി നിങ്ങൾക്ക് വേണ്ടി തരുന്ന ഒരു ഓണ സമ്മാനമാണ്. 2 കൈ നീട്ടി സ്വീകരിക്കാൻ റെഡിയാവും. मुन्ना झुंड में तो सुअर आते हैं, शेर अकेला ही आता है. तेलुगोडी स्टाइल, नाटुकोटुड़ बीट, दुम्र पे डांस, स्टाइल बेबी जिंदाबाद. स्टाइल नाटू स्टाइल, स्टेप पे स्टाइल, स्टाइल बेबी जिंदाबाद. అమెరికానే చూసినా, ఆస్ట్రేలియా చూసినా, నాటు డాన్స్ లేదురా, నాటు డాన్స్ లేదురా. న్యూయార్క్ చూసినా, న్యూజిలాండ్ చూసినా, అక్కడ కూడా లైదురా, అక్కడ కూడా లైదురా. పచ్చవాడ గోవింద, గుడివాడ గోవింద, కొండపల్లి, చిత్తూరు, పుత్తూరు, వరంగల్లు, పాలకొల్లు, అనగబల్లే, ఎక్కడ చూసినా ఆ డాన్సే. జై లప్పల రాజుడో, లప్పల రాజుడో, రాజుడో 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 రాజుడో, చంబప్పల రాజుడో, చంబప్పల రాజుడో, ఆడరో ఆడరో రోరో ఆడరో. పుట్టూరులో గోంగూర చాలా ఫేమస్, మా కాకినాడ కాజా స్వీట్ ఇంకా ఫేమస్, మా తెలుగమ్మాయి చీరె కట్టు ఎంత ఫేమస్, మా నందమూరి తారక రాముడు ఇంకా ఫేమస్. నాంచారమ్మో నాంచారమ్మో నాంచారమ్మో, నా ముద్దుల గుమ్మ, నాకు తెలుసమ్మో నీ వేషాలమ్మో. ഈ പാട്ട് ആരാണ് പാടാൻ പോകുന്നത്? പീയൂഷ് കപൂർ. സോ ഹായ് പീയൂഷ്, നമ്മളൊക്കെ ഒരു ഹായ് പറയുക. ഗോവിന്ദ്ജി, where did you find him? In the drainage. In the drainage. ഞങ്ങൾക്ക് ഇതിലെ ഇങ്ങനെ ഓടിച്ചാടി നടക്കുന്ന ഒരു സ്വഭാവം കണ്ടപ്പോഴേ ഞങ്ങൾക്ക് ഇത് ചോദിക്കണമെന്നുണ്ടായിരുന്നു, എവിടെ നിന്നാണ് ഇങ്ങനെ ഒരാളെ We find him very interesting. He's like a kid on the stage. He's like jumping around. ഗോവിന്ദ്ജി, ഈ കൂട്ടത്തിലെ ഏറ്റവും വലിയ ട്രബിൾ മേക്കർ ആണോ ഇദ്ദേഹം? അപ്പൊ എന്നാ തുടങ്ങിക്കോട്ടെ. Let's go for it. They told him don't you ever come around here, don't wanna see your face, you better disappear. The fire's in their eyes and the words are really clear, so beat it, just beat it. You better run, you better do what you can, don't wanna see no blood, don't be no macho man. Don't wanna say it's tough, you gotta do what you can, so beat it. But you wanna be bad, just beat it, beat it. Showing how funky strong is your fight. It doesn't matter who's wrong or right. So beat it. They're out to get you, better leave how you
say tough, better do what you can, so just beat it. You wanna show them that you're really not scared. You're playing with it, life, it ain't no truth or dare. They kick you and they beat you and they'll tell you it's fair, so beat it. But you wanna be fair, just beat it, beat it. No one wants to be defeated. Showing how fucking strong is your fight. It doesn't matter who's wrong or right, so beat it, beat it. No one wants to be defeated. Showing how fucking strong is your fight. It doesn't matter who's wrong or right. Right. So beat it, beat it. No one wants to be defeated. Showing how fucking strong is your fight. It doesn't matter who's wrong or right. So beat it, beat it. No one wants to be defeated. Showing how fucking strong is your fight. It doesn't matter who's wrong or right. All the people. Are you guys having much fun? You guys having much fun? Yes. Since you've been so good, we're gonna give you the rest of the song. So beat it, beat it. No one wants to be defeated. Showing how fucking strong is your fight. It doesn't matter who's wrong or right. So beat it, beat it. No one wants to be defeated. Showing how fucking strong is your fight. It doesn't matter who's wrong or right. So beat it, beat it. No one wants to be defeated. Showing how fucking strong is your fight. It doesn't matter who's wrong or right. So beat it, beat it. No one wants to be defeated. Showing how fucking strong is your fight. It doesn't matter who's wrong or right. Get up, stand up, stand up for your right. This one's for Bob Marley. Get up, stand up. Don't give up the fight. Get up, stand up. Oh yeah, oh, stand up for your right. Get up, stand up. Oh no, no, no. Don't give up the fight. We are thinking like to adopt him to D4 dance. തന്നേക്കോ ഞങ്ങക്ക് പോകുമ്പോ തന്നിട്ട് പോകും. അവരെ പൊക്കിയാലോ ബാൻഡൊന്നും എന്താ He's not for sale. ഈസ് നോട്ട് ഫോർ സെയിൽ. ഇല്ല ഞങ്ങൾ അഡോപ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചു. ഞങ്ങളിങ്ങ് ഏറ്റെടുത്ത് വളർത്തി വല്ലപ്പോഴും വന്ന് കയറുന്നതിനൊക്കെ ദത്ത് വേണം. സുമേഷ് സുഹൃത്ത് മനസ്സിലാക്കുക, ഈ കുടി നിർത്തി ആ കുട്ടിയുടെ അടുത്ത് ചെല്ലൂ. സംസാരിക്കാൻ എനിക്ക് ഇഷ്ടമല്ല, എനിക്ക് പിണക്ക ഞാൻ. സോ എനിവേസ് താങ്ക് യു വെരി മച്ച് സൈക്കിൾ ബ്രിഡ്ജ് ആൻഡ് നമുക്കിനി നമ്മുടെ ബാക്കിയുള്ള കളി ചിരിയൊക്കെ ആയിട്ട് മുന്നോട്ട് പോവാം. അങ്ങനെ ഐഡിയ D4 ഡാൻസിന്റെ ഈ കുടുംബത്തിൽ നമ്മൾ ഇന്നത്തെ വാശിയേറിയ വടംവലി മത്സരങ്ങൾ നമ്മളിവിടെ ആരംഭിക്കാൻ പോവുകയാണ്. നമ്മുടെ ബോയ്സ് ടീം ഇവിടെ റെഡിയാണ്, ഗേൾസ് ടീം റെഡിയാണ്. പക്ഷേ നിങ്ങളിപ്പോൾ സംശയിക്കുന്നുണ്ടാവും പ്രസന്ന മാസ്റ്ററും GP എന്താണ് ഇവിടെ വന്ന് നിൽക്കണേന്ന്. ഗേൾസ് ടീം എന്ന് കണ്ടപ്പോഴേ GP കാലുവാരി അവിടെ വന്ന് നിന്നു. പിന്നെ GPനെ സൂക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾ പ്രസന്ന മാസ്റ്റർ പ്രത്യേകം അപ്പോയിന്റ് ചെയ്തിരിക്കുകയാണ് ഗേൾസ് ടീമിലേക്ക്. സോ 2 ടീം അംഗങ്ങൾ റെഡിയാണ്. ഈ ഗെയിമിന്റെ 2 ക്യാപ്റ്റൻസ് നമ്മുടെ മാവേലി ജിയും
പ്രിയാജിയും ഇവിടെ ഉണ്ട്. ഇവരായിരിക്കും ഇതിന്റെ മെയിൻ റെഫറീസ്. ഞാനാണ് ഇതിന്റെ അസ്ഥാന കമന്റേറ്റർ. ഓക്കെ, അപ്പോൾ നമ്മുടെ നീരജ്ജൊക്കെ ആദ്യമായിട്ട് വടം കണ്ട അത്ഭുതത്തോടു കൂടി ഇതിൽ പിടിച്ച് നിൽക്കണത്. സോ ബോയ്സ് ടീമിനെ ലീഡ് ചെയ്തുകൊണ്ട് നമ്മുടെ നീരജ്ജിയും അതുപോലെ തന്നെ മിസ്റ്റർ സുമേഷ് ജിയും ഇവിടെ ഉണ്ട്. സോ നിങ്ങൾ എല്ലാവരും ആവേശത്തോടെ കാത്തിരിക്കുന്ന ഈ വടംവലി മത്സരത്തിന് ഞങ്ങൾ ഇവിടെ ആരംഭം കുറിക്കുകയാണ്. വടത്തിൽ ഇപ്പോഴേ പ്രഷർ കൊടുക്കരുത്, വടത്തിന് അറ്റാക്ക് വരും. അതുകൊണ്ട് നമ്മൾ തുടങ്ങാൻ പോവുകയാണ്. 3, 2, 1, go! ആവേശകരമായ മത്സരത്തിൽ ഇവരാണ് ആഞ്ഞു വലിച്ചതെങ്കിലും ഇപ്പൊ ശ്വാസം മുട്ടി നിൽക്കുകയാണ് ഞാൻ. നമ്മുടെ ബോയ്സ് ടീം ഈ മത്സരത്തിന്റെ അവസാനം കപ്പ് നേടിയിരിക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ടി വളരെ വിലയേറിയ ഒരു സമ്മാനം നമ്മളിപ്പോ ഈ വേദിയിലേക്ക് കൊണ്ടുവരാൻ പോവുകയാണ്. സമ്മാനദാനം നിർവഹിക്കുന്നത് മറ്റാരുമല്ല, പ്രശസ്ത ചലച്ചിത്ര താരം പ്രിയാമണിയും അതുപോലെ തന്നെ പാതാളരാജൻ മാവേലിജിയും ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവർ രണ്ടുപേരും ചേർന്ന് ബോയ്സ് ടീമിന് വേണ്ടി സുമേഷ് ഏട്ടാ കൺഗ്രാറ്റുലേഷൻസ്, നീരജ് കൺഗ്രാറ്റുലേഷൻസ്. നിങ്ങൾക്ക് വേണ്ടി മലയാളികളുടെ സ്വന്തം ഒരു കഴക്കൊലയാണ് നമ്മൾ സമ്മാനമായി തരുന്നത്. തോറ്റ ഞങ്ങളുടെ ഗേൾസ് ടീമിനും വേണ്ടി ഷെയർ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. പക്ഷേ അവിടെ ഈ ആവേശകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴും ഇപ്പുറത്ത് സുനാമി വന്ന് തകർന്നടിഞ്ഞ കുറെ ജീവിതങ്ങൾ പോലെ മുഖമൊക്കെ ഇങ്ങനെ മ്ലാനവദനരായി എന്തോ സംഭവിച്ച് കാറ്റത്ത് മറിഞ്ഞു വീണ ഒരു തോണി പോലെ. എന്ത് പറ്റി ജീപ്പ്, നിന്റെ മുഖത്ത് എന്താണ് ഇത്ര ഒരു വാട്ടം? ജീവിതത്തിൽ തോൽവികൾ ഏറ്റുവാങ്ങാനുള്ളതാണ്. വിഷമിക്കരുത് ജീപ്പി. അതെ, ഒരു സന്തോഷമുണ്ട്. കുറച്ചു നേരം അതെ അതെ നമ്മുടെ പിള്ളേർ ചെറുത്തു നിൽക്കുന്നു. അത്ര നേരം പോലും നിൽക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഏകദേശം ഒരു മിനിറ്റോളം ഞങ്ങൾ ചെറുത്തു നിന്നു. അത് ആ സമയത്ത് കയറിന്റെ അറ്റം അപ്പുറത്തെ സൈഡായിരുന്നു കണ്ടു. അങ്ങനെയും പറയാല്ലേ, മാസ്റ്റർ വന്നിരുന്നു മാസ്റ്റർ. എന്തായാലും പരാജയമൊക്കെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കും. ഞങ്ങൾ ഇപ്പോഴും വളരെ ഹൈ സ്പിരിറ്റിൽ തന്നെയാണ് നിൽക്കുന്നത് അല്ലേ, അടുത്ത കളി ജയിക്കാമെന്നുള്ളത്. എന്ത് യെസ്, കുറച്ച് ശക്തിയോടുകൂടി യെസ് എന്നൊക്കെ പറ. ചേട്ടാ വരൂ, കമ്മിയർ. ഞാൻ ആദ്യം എടുത്ത് സ്നേഹത്തോടൊന്ന് വിളിച്ചോട്ടെ. കമോൺ, കൺഗ്രാറ്റുലേഷൻസ്. പഴമൊന്നും എനിക്ക് വേണ്ട. അപ്പൊ എന്തായാലും കൺഗ്രാറ്റുലേഷൻസ് ചേട്ടാ. ഈ ഒരു കളിയിൽ ഈ വിൻ ചെയ്ത് ഈ മുഹൂർത്തത്തിൽ കെട്ടിപ്പിടിക്കണമെന്നില്ല. എന്താണ് ചേട്ടന് ഫീൽ ചെയ്യുന്നത് മാത്രം ഒന്ന് പറഞ്ഞാൽ മതിയാവും. വളരെ ചുരുങ്ങിയ ഭാഷയിൽ ഒന്ന് സ്ഫുടതയോടുകൂടി വേഗം പറഞ്ഞോളൂ. എന്തൊക്കെയാണെങ്കിലും എന്റെ ഒരു ഒറ്റൊരുത്തിന്റെ കഴിവുകൊണ്ട് ജയിച്ചല്ലോ. ഞാൻ ആദ്യം ഈ നിൽക്കുന്ന ചെക്കന്മാർ തടവ് വിടണ്ടെങ്കിൽ ഉള്ള കാര്യം പറഞ്ഞോ. ഞാൻ ആദ്യമൊക്കെ ഒന്ന് വിട്ടുകൊടുക്കണമെന്ന് വിചാരിച്ചതാ. പാവം പെൺപിള്ളേർക്ക് നിന്റെ ഭാഗമല്ലേ? എന്റെ ഭാഗമൊന്നുമല്ല, ഞാൻ സ്ത്രീകളാണല്ലോ. നീ സ്ത്രീയല്ലല്ലോ. അത് ഏതായാലും വലിച്ചു കയറ്റി ഇങ്ങോട്ട് വിടാൻ ഓർത്ത് വിട്ടുകൊടുക്കാൻ ഓർത്തപ്പോഴാണ് ഞാൻ ആ കാര്യം ഓർത്തത്. നീ ആ കൊടുത്ത് പെട്ടല്ലോ എന്ന് വിചാരിച്ച് വലിച്ചിങ്ങെടുക്കായിരുന്നു. കേട്ടി. അപ്പൊ നിങ്ങൾ ജയിച്ചു. അപ്പൊ ഏതായാലും ഈ പഴക്കൊല തിന്നുക, ബാക്കിയുള്ള സമയത്ത് അകത്ത് കിടക്കുന്ന സാധനം പിരിയരുത് കേട്ടോ. പഴം കഴിച്ചിട്ട് ഒരു വടംവലി മത്സരം കഴിഞ്ഞിരിക്കുകയാണ്. ഐ തിങ്ക് ദിസ് ദ ഫസ്റ്റ് എക്സ്പീരിയൻസ്. Yeah, it's kind of first and boys, we all did a good job. Sorry girls. ഇതിന്റെ ഒരു ക്ഷീണം തീർക്കാൻ വേണ്ടി നിങ്ങൾക്ക് വേണ്ടി തൈക്കുടം ബ്രിഡ്ജിന്റെ ഒരു സ്പെഷ്യൽ പെർഫോമൻസ് വരുന്നു. സോ ആ പാട്ട് ജയിച്ചവർക്കും തോറ്റവർക്കും യാതൊരു വേർതിരിവുമില്ലാതെ ഒരുമിച്ചിരുന്ന് കാണാം.
gonna be in my bed the way I want to eat you now. Give me some fish, I'll show you out. Chinese skin just turns me on. Love the smell since I was born. Nothing is something I'm tasting now. Thinking about ocean, Europe, away from you just makes me cry. Without my bone fit, I shall die. Wait for you in so many ways. Eat you long all night and day. What have you done to my life? Wish I could keep you as my wife. What did you want to see to now? Give me some fish, show you out. ചൂരകാരി ഗണമകിളിമി